പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവവചനമായിട്ട് നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടെ സ്റ്റഡി ചെയ്യാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണേ, വചനം ഗ്രഹിക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ഇന്നലെ നെഹമ്യ ചാപ്റ്റർ 3 ഫസ്റ്റ് പാർട്ട് നോക്കി. ഇന്ന് നമ്മൾക്ക് അതിൻ്റെ ബാക്കി പാർട്ടൂടെ നോക്കാം. നമ്മൾക്കറിയാം, വി ആർ നോട്ട് ലിവിങ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ടൈംസ് അല്ലേ. പഴയ നിയമകാലങ്ങളല്ല നമ്മൾ ജീവിക്കുന്നത്, പഴയ നിയമ കൽപ്പനകളല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ യേശു നമുക്ക് ഒരു പുതിയ മാർഗം കാണിച്ചു തന്നു. ഒരു പുതിയ നിയമത്തിൻ്റെ നമ്മളെ ബിലീവേഴ്സ് ആക്കിയിരിക്കുവാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി ഒരുക്കി. അതെങ്ങനെയാണ് ഒരുക്കിയത്? ബൈ ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒരു ന്യൂ കവനൻറ്റിൻ്റെ ആ ഒരു പാതയിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്ത അല്ലേ. നമ്മൾ ഓർക്കും അതൊക്കെ അങ്ങ് ജസ്റ്റ് നമ്മൾ ഓടിച്ചിട്ട് വായിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ എല്ലാ ഗോഡ്സ് വിൽ ഇറ്റ് ഈസ് കൺസീൽഡ്, അതെല്ലാം മറഞ്ഞിരിക്കുവാണ്. പക്ഷേ പുതിയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോഡ്സ് വിൽ ഈസ് റിവീൽഡ് ത്രൂ ഹിസ് ഹോളി സ്പിരിറ്റ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അത് ദൈവത്തിൻ്റെ ഹിതം അവിടെ അത് കൺസീലായിരിക്കുവാണെങ്കിൽ, മറഞ്ഞിരിക്കുവാണെങ്കിൽ, അതൊരു മിസ്റ്ററി ആണെങ്കിൽ, പക്ഷേ ആദ്യം മുതൽ ജനസീസ് തൊട്ട് അതിൻ്റെ ഒടി വരെ മലക്കി വരെ നമുക്കറിയാം അവിടെ ഒരു പ്രവചനമുണ്ട്. മെസ്സിയായെക്കുറിച്ചുള്ള പ്രൊഫസി അവിടെ ഉണ്ട്. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ 3, നെഹമ്യ ചാപ്റ്റർ 3 10 ഗേറ്റ്സിനെ കുറിച്ചാണ്. ദ 10 ഗേറ്റ്സ് മെൻഷൻഡ് ഇൻ നെഹമ്യ 3. അതിന് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ഒരു വിശ്വാസിയുടെ ആ ജീവിതത്തിൽ ഉള്ളൊരു വലിയൊരു സിഗ്നിഫിക്കൻസ് ആണ് 10 ഗേറ്റ്. ഈ ഗേറ്റ് റിപ്രസെൻറ്റ് ചെയ്യുന്ന എന്തുവാണ്? ഗോസ്പൽ, സുവിശേഷത്തെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. ഇനി നമ്മളെ ചേർത്ത് കൊണ്ടുപോകാനായിട്ട് യേശു ക്രിസ്തു വരും. അതിനാൽ നമ്മൾ ഒരുക്കമുള്ളവരെ ജീവിക്കണം എന്നുള്ള ആ ഗുഡ് ന്യൂസ് നമുക്ക് നിത്യമരണമല്ല, നിത്യജീവൻ ദൈവം ഒരുക്കിയിട്ടുള്ള ആ ഒരു ഫുൾ ഗോസ്പലാണ് ഈ 10 ഗേറ്റിൽ കൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ സേവിയറാണ്. ടു ജീസസ് ക്രൈസ്റ്റ് ഗ്രേറ്റ് ഷെപ്പേർഡ് ഹു ഈസ് വെയിറ്റിംഗ് ഫോർ us, whom we will meet on one day in heaven. അതെല്ലാം ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഈ ഗേറ്റിനെ കുറിച്ച് നമുക്ക് എവിടേക്കായി ചാപ്റ്റർ 3 എഴുതിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ചാപ്റ്റർ 3 1 ഷീപ്പ് ഗേറ്റ്, ആട്ടുവാതിൽ. സെക്കൻഡ് ഗേറ്റാണ് ഫിഷ് ഗേറ്റ്. അത് 3 മീൻ വാതിൽ. മലയാളവും ഇംഗ്ലീഷും രണ്ടും കൂടാണ് പറയുന്നത്. പിന്നെ 3 ഉണ്ട് ഓൾഡ് ഗേറ്റ്, പഴയ വാതിൽ. 3 വാലി ഗേറ്റ്, താഴ്വര വാതിൽ. 3 തന്നെ ഒന്നുകൂടെ ഉണ്ട് ഡങ് ഗേറ്റ്, അത് കൂപ്പവാതിൽ. 3 ഫൗണ്ടൻ ഗേറ്റ്, അല്ലെ ഉറവ് വാതിൽ. 3 വാട്ടർ ഗേറ്റ്, അല്ലെ നീർവാതിൽ. 3 ഹോഴ്സ് ഗേറ്റ്, കുതിരവാതിൽ. 3 ഈസ്റ്റ് ഗേറ്റ്, കിഴക്കവാതിൽ. 3 ഇൻസ്പെക്ഷൻ ഗേറ്റ്, അതിന് ഹമീഫ് ഖാദ് വാതിൽ എന്നും പറയും, അല്ലെ ഇൻസ്പെക്ഷൻ ഗേറ്റ് എന്നും പറയും. പിന്നെ ലാസ്റ്റ് നമുക്ക് 31 തന്നെ പിന്നെ നമുക്കറിയാം അവസാനിക്കുന്നത് പിന്നെയും ഷീപ്പ് ഗേറ്റ്, ആട്ടുവാതിൽക്കൽ നിന്ന്. അന്നേരം ഈ 10 ഗേറ്റ് തുടങ്ങുന്നത് ഷീപ്പ് ഗേറ്റിൽ നിന്നും എൻഡ് ചെയ്യുന്നതും ഷീപ്പ് ഗേറ്റ്. അന്നേരം നമ്മൾ ഓർക്കും ഈ ഗേറ്റിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചിട്ട് എന്തോ ചെയ്യാൻ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ പേരുകൾ, അതിൻ്റെ ആ സീക്വൻസ്, അതെങ്ങനെ പരിശുദ്ധാത്മാവ് ബൈബിൾ അത് എഴുതി വെച്ചത്, നെഹമ്യ 3 എങ്ങനെ എഴുതി വെച്ച്, അതിന് ഒരു വലിയൊരു ആത്മീയ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ചാപ്റ്റർ നമ്മൾ സാധാരണ പൊതുവെ അങ്ങ് വായിച്ചു വിടും, ചിലപ്പം വായിക്കത്തു പോലും ഇല്ല. പക്ഷെ ഇത് മനസ്സിലായി കഴിയുമ്പോൾ ചാപ്റ്റർ 3 ഏറ്റവും ബെസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബൈബിൾ, വൺ ഓഫ് ദ ബെസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബൈബിൾ നമുക്ക് പറയാൻ പറ്റും.
കാരണം ഇതിൻ്റെ അകത്ത് കുറേ ഈ ബൈബിൾ എന്ന് പറഞ്ഞൊരു ഹിഡൻ ട്രഷർ പോലാണ്. അതിൻ്റെ അകത്ത് കുറേ സ്പിരിച്വൽ ട്രൂത്ത് ഉണ്ട്. അതെല്ലാം നമ്മുടെ ലൈഫിന് റിലേറ്റഡ് ആണ്. അന്നേരം ഇത് നമ്മൾ നോക്കി ഈ 10 ഗേറ്റ്, ഈ ഗേറ്റിൻ്റെ ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. ഇത് ഈസ്റ്റ് കോർണർ ഓഫ് ദ നോർത്ത്, ഈസ്റ്റ് കോർണർ, നോർത്തിൻ്റെ ഈസ്റ്റ് കോർണറിൽ തുടങ്ങി അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പിന്നെ അവിടെ തന്നെയാണ് എത്തുന്നത്. അതിൻ്റെ ഒരു സ്കെച്ച് പോലുണ്ട്. ആ സ്കെച്ച് കൂടെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. അതിനാദ്യം നമുക്ക് നോക്കാം 3-ന്റെ 1-ലും 2-ലും ഷീപ്പ് ഗേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഷീപ്പ് ഗേറ്റ് പണ്ടത്തെ യഹൂദന്മാർ ഇത് സാക്രിഫൈസസ്, അവരുടെ യാഗങ്ങളെ ആലയത്തിൽ കൊണ്ടുവരുന്ന ഈ ഗേറ്റിൽ കൂടെ ആയിരുന്നു ആടുകളെയൊക്കെ ഈ സാക്രിഫൈസിന് കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് ആ ഷീപ്പിനെ അവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് അവർ ഷീപ്പ് മാർക്കറ്റിൽ നിന്ന് ഷീപ്പുകളെ കൊണ്ടുവരും. അവിടെ അതിനെ ഷീപ്പ് പൂള്, അതിനെ പിന്നെ പൂൾ ഓഫ് ബെത്സെദ എന്ന് പേര് കിട്ടി. ആ ഷീപ്പ് പൂളിൽ അതിനെ കഴുകി പിന്നെ ഈ ഷീപ്പ് ഗേറ്റിൽ കൂടാണ് അവിടെ കൊണ്ടുവന്നത്. യെരുശലേം ദേവാലയത്തിലേക്ക് അവർ കൊണ്ടുവരുന്നത്. ഈ ഷീപ്പ് ഗേറ്റ് ഇത് നമ്മൾ 3-ന്റെ 1 വായിക്കുമ്പോൾ ഇത് ആരാണ് ആദ്യം റിസ്റ്റോർ ചെയ്തത്, ആദ്യം പണിയാൻ തുടങ്ങിയത്? ഹൈ പ്രീസ്റ്റ് ആൻഡ് ഹിസ് ഫെലോ പ്രീസ്റ്റാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ യേശുക്രിസ്തു തന്നെ നമ്മുടെ ഹൈ പ്രീസ്റ്റാണ്. യേശുക്രിസ്തുവാണ് ഈ വാതിൽ ആദ്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നുള്ള വാതിൽ ആദ്യം നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവാണ് അവിടെ തുറന്നത്. നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് ദൈവം നമുക്കൊരു വഴി ഒരുക്കിയത് തന്നെ അത് നമുക്കൊരു ഈ പോയിന്റിൽ കൂടെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ ഷീപ്പ് ഗേറ്റ് അതിൻ്റെ യൂസ് എന്തുമായിരുന്നു പഴയ നിയമത്തിൽ? അത് ആടുകളെയൊക്കെ അതുവഴിയായിരുന്നു കൊണ്ടുവരുന്നത്, യാഗം കഴിപ്പിക്കാനായിട്ട്, സാക്രിഫൈസിന് വേണ്ടി. പിന്നെ ഒരു കാര്യം കൂടി നമുക്കവിടെ മനസ്സിലാകുന്നത്, ഈ ഒരു ഗേറ്റ് മാത്രമാണ്, ഈ 10 ഗേറ്റിൽ ഈ ഒരു ഗേറ്റ് മാത്രമാണ് അവിടെ ഡെഡിക്കേറ്റ് ചെയ്തു, അല്ലെ അവിടെ കോൺസിക്രേറ്റ് ചെയ്തു, അല്ലെ അത് സെറ്റ് അപ്പാർട്ട്. അത് ഈ ഒരു കാര്യം എഴുതിയിരിക്കുന്ന അവിടെ ഈ ഗേറ്റിനെ കുറിച്ച് മാത്രമാണ്. സെക്കൻഡ് ഒരു കാര്യം, ഒരു ഗേറ്റിനും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റിന് ദെർ വർ നോ ബോൾട്ട് ഓർ ബാർസ്. മറ്റേ 9 ഗേറ്റിലും എല്ലായിടത്തും ഗേറ്റിന് ഒരു ബോൾട്ടും ബാറും ഉണ്ട് അത് അടച്ചിടാനായിട്ട്. പക്ഷേ ഇവിടെ ബോൾട്ടും ബാറും എന്തുകൊണ്ട് ഇല്ലാത്ത? കാരണം ദിസ് ഗേറ്റ് ഹാഡ് ഫ്രീ ആക്സസ് ടു ഓൾ. അത് എല്ലാവർക്കും ആ ഗേറ്റിൽ കൂടെ കടന്നു വരാം. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലേക്ക് വരാനുള്ള വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. യേശുക്രിസ്തു മാത്രം രക്ഷകൻ, പക്ഷേ ഒരു ഓപ്പൺ വഴി അത് യഹൂദന്മാർക്കും യവനന്മാർക്കും എല്ലാ രാജ്യത്തുള്ളവർക്കും യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാൻ അത് ഓപ്പൺ, ആർക്ക് വേണേലും വിശ്വാസത്താൽ അവിടെ കടന്നു വരാം. അതാണ് നമുക്ക് കാണുന്നത്. അതവിടെ ബോൾട്ടും ബാറും അവിടെ ഒന്നുമില്ല നമുക്ക് മനസ്സിലാകാം. പിന്നെ ഈ ഷീപ്പ് ഗേറ്റ് അത് മറ്റേ വസ്തു തുറക്കുന്ന ഗോൽഗോത്തയിലോട്ടാണ്, അങ്ങോട്ടാണ് തുറക്കുന്നത്. അതാണ് ഈ ഷീപ്പ് ഗേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. പക്ഷെ നമുക്കറിയാം 2000 വർഷങ്ങൾക്കധികം മുമ്പ് ഈ യോഹന്നാൻ 1:29 1:29 നമുക്കറിയാം യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്, ലുക്ക് the Lamb of God who is going to take away the sin of the world. യേശുക്രിസ്തു കടന്നു വരുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നുണ്ട്. ഈ കുഞ്ഞാടാണ് ആ ആട് വാതിൽക്കൽ കൂടെ കടന്നുപോയ ആ കുഞ്ഞാടിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മളും നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ ആ വാതിൽ കൂടെ കടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ പെസഹ കുഞ്ഞാടാണ്, നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടാണ് നമുക്കറിയാം. പിന്നെ ഈ ഗേറ്റ് ഒരു നാരോ ഗേറ്റാണ്, ഇത് ബ്രോഡ് ഗേറ്റ് അല്ല, അത് ഇടുക്കമുള്ള ഗേറ്റാണ്. ഈ ഇടുക്കത്തിൽ കൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ലോകപ്രകാരം നമുക്ക് പറ്റത്തില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ വിട്ട് നമ്മൾ ഇടുക്കമുള്ള വഴിയിൽ കൂടെ അവിടെ കടന്നു പോകുന്നൊരു ചുരുക്കമാണ്. പക്ഷേ രക്ഷ ആഗ്രഹിക്കുന്നവരെല്ലാം അതിൽ കൂടെ കടന്നേ പറ്റൂ. 1 പത്രോസ് 1:18 നമുക്കറിയാം യേശുക്രിസ്തു നമ്മുടെ ചീഫ് ഷെപ്പേർഡ്, ഏറ്റവും നമ്മുടെ ഒരു മഹാപുരോഹിതൻ എന്ന് പറയും. ആടുകളെ നമ്മളെ നയിക്കുന്ന ഒരു ഷെപ്പേർഡായിട്ട് അവിടെ കാണാൻ പറ്റും. പിന്നെ ജോൺ ചാപ്റ്റർ 10 അറിയാം, നമ്മൾ അവിടെ പറയുന്നുണ്ട്, ഐ ആം ദ ഗേറ്റ് ഫോർ ദ ഷീപ്പ്. അന്നേരം ആ ഒരു വാതിൽ ഷീപ്പ് ഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് യേശുവാണ്. അന്നേരം നമുക്ക് ഫസ്റ്റ് ഗേറ്റിനെ കുറിച്ച് നമുക്കറിയാം, പറയുന്ന ഷീപ്പ് ഗേറ്റ് ആരെക്കുറിച്ചാണ് പറയുന്നത്? അവിടെ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ രക്ഷകനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഷീപ്പ് ഗേറ്റ് 3:1 ഉണ്ട്, 3:32 ലാസ്റ്റ് ചാപ്റ്റർ 3:32 അത് എൻഡ് ചെയ്യുന്ന ഷീപ്പ് ഗേറ്റും കൊണ്ട്. അതുപോലെ നമ്മുടെ ജീവിതം തുടങ്ങുന്നതും യേശുവിൽ കൂടാണ്, എൻഡ് ചെയ്യുന്നതും യേശുവിൽ കൂടാണ്. അങ്ങനെ ഈ ഷീപ്പ് ഗേറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് ഷീപ്പ് ഗേറ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. സാവകാശമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓരോ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഷീപ്പ് ഗേറ്റ്, ആട് വാതിൽ എന്ന് പറഞ്ഞാൽ എന്തൊരു ഇമ്പോർട്ടൻറ്റ്.
ഇനി നമ്മൾ ചാപ്റ്റർ 3യുടെ തന്നെ 3 മൂന്നാം വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഫിഷ് ഗേറ്റ് അല്ലെ മീൻ വാതിൽക്കൽ എന്ന് പറയുന്നുണ്ട്. ആ മീൻ വാതിൽ അത് ഗലീലയിലുള്ള ഫിഷർമാൻ അവർ പിടിക്കുന്ന മീനൊക്കെ പിടിക്കുമ്പോൾ അവരതുവഴിയായിരുന്നു കടന്നു വരുന്നത്. അവിടെ യഹൂദന്മാർക്കും വരാമായിരുന്നു, ജെൻറ്റൈൽസിനും. ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ് ബോത്ത് കുഡ് എൻറ്റർ ത്രൂ ദിസ് ഗേറ്റ്. അതായത് ഈ 2 പേർക്കും അവിടെ വരുന്നുണ്ട്. ആ പ്ലേസ് ഒരു വലിയൊരു ഇവാഞ്ചലിസത്തിന് വേണ്ടി നല്ലൊരു ഗേറ്റ് ആയിരുന്നു. കാരണം അവിടെ സുവിശേഷം ആർക്ക് വേണേലും പറയാമായിരുന്നു. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. അല്ലേ, ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ അനേകരോട് ചെന്ന് ഈ സുവിശേഷം പറയണം. മത്തായി 4:19 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഫിഷേഴ്സ് ഓഫ് മെൻ ആക്കുമെന്ന്. അതുകൊണ്ടാണ് അന്ത്രയോസ് ആദ്യം യേശുവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് സ്വന്തം സഹോദരൻ പത്രോസിനോട് ഇത് പറഞ്ഞത്. അന്നേരം ഒരു പ്രാവശ്യം നമ്മൾ ഷീപ്പ് ഗേറ്റിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രോഗ്രഷനായിട്ട് നമുക്ക് ഷീപ്പ് ഗേറ്റിന് പിന്നെ പോകേണ്ട ഇവിടെ ഫിഷ് ഗേറ്റിലോട്ട്. അന്നേരം ഈ ഫിഷ് ഗേറ്റ് പറയുന്ന സുവിശേഷം അറിയിക്കണമെന്ന്. നമ്മൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സത്യം മറ്റുള്ളവരോട് ഇത് പറയണം. നമ്മുടെ വിറ്റ്നസ്സായിട്ട് നമ്മൾ അതിന് ടെസ്റ്റിമണിയായിട്ട് പറയണം. കാരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ അറിയാം, യോഹന്നാൻ 4 ശമരിയ സ്ത്രീ വെള്ളം കുടിക്കാൻ വന്നു. ആ സത്യം അറിഞ്ഞപ്പോൾ അവളൊരു സുവിശേഷകയായി തീർന്നു. അവൾ ഫുൾ ശമരിയ പട്ടണത്തിൽ നമ്മളവിടെ കലവും വെള്ളവും എല്ലാം അവിടെ ഇട്ടേച്ച് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാനിന്ന് മശിയെ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഷീപ്പ് ഗേറ്റിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെല്ലേണ്ടത് നമുക്ക് ഫിഷ് ഗേറ്റിൽ ചെല്ലണം. അതാണ് കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇനി മൂന്നാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ഗേറ്റ്, പഴയ വാതിൽ. അത് 3:6 ആണ്. അതിനെ അതിന് ജഷ്ന ഗേറ്റ് എന്നും പറയുന്നുണ്ട്. അത് നോർത്ത് വെസ്റ്റ് ഏരിയയിലാണ് ഇത് കാണുന്നത്. ഈ ഓൾഡ് ഗേറ്റിലാണ് പഴയ സമയത്ത് ഈ സിറ്റി എൽഡേഴ്സ് അവിടെയൊക്കെ ഇരുക്കുകയും അവർ അവിടുത്തെ ഓരോ കാര്യങ്ങൾ, അവിടെ എന്തുവരും വഴക്കോ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഇരുന്നായിരുന്നു അവിടുത്തെ പ്രമുഖന്മാർ, സിറ്റി എൽഡേഴ്സൊക്കെ അവിടെ ഇരുന്നായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ റൂത്ത് 4:11 നമുക്കറിയാം, അവരവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ അവിടെ ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഓൾഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് എൻട്രൻസ് ടു ദ സിറ്റി, ജെറുസലേം സിറ്റിയിലോട്ടുള്ള ഓൾഡ് എൻട്രൻസ് ആയിരുന്നു. ഈ ഓൾഡ് ഗേറ്റിന് നമ്മുടെ ജീവിതത്തിൽ എന്തോ സിഗ്നിഫിക്കൻസ് ഉള്ളത് നമുക്കറിയാം. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നവരാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ പഴയ കൽപ്പനകളല്ല നമ്മളിനി പ്രമാണിക്കേണ്ടത്, നമ്മൾ പുതിയ കൽപ്പനയാണ് പ്രമാണിക്കേണ്ടത്. പുതിയ നിയമമാണ്, ആത്മാവിലുള്ള പുതിയ ജീവനാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരാൾ പോലും ഇല്ല പഴയ നിയമം ഫുള്ളായിട്ട് ഫുൾഫിൽ ചെയ്ത്. അതുകൊണ്ട് നമുക്കിനിയും പഴയ നിയമം ഫുൾഫിൽ ചെയ്യേണ്ട, ആ കൽപ്പനകൾ ഫുൾഫിൽ ചെയ്യേണ്ട. പക്ഷെ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ യേശുവിൽ ആശ്രയിച്ചാൽ യേശു നമുക്ക് വേണ്ടി പഴയ നിയമം എല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് നമുക്കറിയാം. അതാണ് പഴയ നിയമത്തിൽ തന്നെ എഹെസ്കേലിൽ ഉള്ളൊരു പ്രവചനത്തിൽ നമുക്കറിയാം. എഹെസ്കേൽ 36:26 പറയുന്നുണ്ട്, ഐ വിൽ ഗിവ് യു എ ന്യൂ ഹാർട്ട് ആൻഡ് പുട്ട് എ ന്യൂ സ്പിരിറ്റ് ഇൻ യു. ഐ വിൽ റിമൂവ് ഫ്രം യു യുവർ ഹാർട്ട് ഓഫ് സ്റ്റോൺ ആൻഡ് ഗിവ് യു എ ഹാർട്ട് ഓഫ് ഫ്ലെഷ് ആൻഡ് ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ഇൻ യു ആൻഡ് മൂവ് യു ടു ഫോളോ മൈ ഡിക്രീസ് ആൻഡ് ബി കെയർഫുൾ ടു കീപ് മൈ ലോസ്. അങ്ങനെ കല്ലാലുള്ള ഹൃദയമല്ല നമുക്ക് തന്നിരിക്കുന്നത്. എന്തുവാ? പുതിയ ആത്മാവ്, പുതിയ ഹൃദയം, അത് പുതിയ ആത്മാവ് നമുക്ക് തന്നു. അതെന്തോ യേശുവിൻ്റെ ആത്മാവ് നമുക്ക് തന്നു. അന്നേരം ഈ ഓൾഡ് ഗേറ്റ് നമ്മളെ കാണിക്കുന്ന എന്തുവാ? നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജീവിക്കുന്ന ആത്മാവിലുള്ള പുതിയ ജീവനാണ്. അതുകൂടാതെ നമുക്കൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാകും. 2 Corinthians 5:17 പറയുന്നുണ്ട്, ഇഫ് എനിവൺ ഇസ് ഇൻ ക്രൈസ്റ്റ് ഹീ ഈസ് എ ന്യൂ ക്രിയേഷൻ, ദ ഓൾഡ് ഹാസ് ഗോൺ, ബിഹോൾഡ് എവറിത്തിങ് ഈസ് ന്യൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്, ആ പഴയതെല്ലാം കഴിഞ്ഞു. അന്നേരം നമ്മൾ ഈ ഷീപ്പ് ഗേറ്റിൽ കൂടെ കടന്ന് യേശുവിനെ അറിഞ്ഞു, ഫിഷ് ഗേറ്റിൽ കൂടെ നമ്മൾ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നു. ഈ ഓൾഡ് ഗേറ്റിൽ കൂടെ വന്നപ്പോൾ നമ്മൾ പഴയ കൽപ്പനകളും പഴയ പുരോഹിത ഇതും നമ്മൾ ആ ടെമ്പിളും സാക്രിഫൈസും ഒന്നും നമുക്കിനി ആവശ്യമില്ല. നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൻ്റെ പങ്കാളികളായി തീർന്നിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു പുതിയ രൂപമായിട്ടുണ്ട്, നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ടുണ്ട്. അന്നേരം ഈ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. ഈ ഓൾഡ് ഗേറ്റിൽ കൂടെ നമ്മൾ കടന്നു കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. അതാണ് എഫെസ്യർ 4:20-24 പറയുന്നത്, ടേക്ക് ഓഫ് ദ ഓൾഡ് സെൽഫ്. നമ്മൾ പഴയതെടുത്ത് കളഞ്ഞു, എന്നിട്ട് പുട്ട് ഓൺ ക്രൈസ്റ്റ്. ഒരു പഴയതെടുത്ത് കളഞ്ഞെങ്കിൽ നമുക്ക് പുതിയ ഇടണം. അതാണ് എഫെസ്യൻ 4:20-24 പറയുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇനി 4ാമത്തെ ഗേറ്റാണ്, അതാണ് വാലി ഗേറ്റ്. വാലി ഗേറ്റ് എന്ന് പറയുന്നത് താഴ്വര വാതിൽ എന്ന് പറയും. ഈ താഴ്വര വാതിൽ നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മൗണ്ടൻ എക്സ്പീരിയൻസും ഉണ്ട്, ഒരു വാലി എക്സ്പീരിയൻസും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടം മൗണ്ടൻ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുക, നമ്മളെ കാണുക, നമ്മുടെ പ്രവർത്തികളെ പ്രശംസിക്കുക, അതെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല. താഴ്വരയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ താഴ്വര എക്സ്പീരിയൻസ് നമുക്ക് തരും. ആ താഴ്വര എക്സ്പീരിയൻസ് എന്തിനാണ് നമുക്ക് തരുന്നത്? നമ്മളെ ഒന്ന് കുറേ കൂടെ നമുക്ക് ഹ്യൂമിലിറ്റി പഠിപ്പിക്കാൻ, താഴ്മ പഠിപ്പിക്കാൻ, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാൻ, ചിലപ്പോൾ അത് ഒരു പരിശോധനയിൽ കൂടെ നടത്തും. എന്തിനാ? നമ്മൾ കൂടുതലായിട്ട് കർത്താവിനോട് പറ്റിച്ചേരാനായിട്ട്. അതാണ് സങ്കീർത്തനം 23:4 പറയുന്നത്, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ ഈവിൽ. നമ്മൾ ഈ താഴ്വരയിൽ കൂടെ നടന്നാലും അവിടെ നമ്മളെ കൈവിടാതെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ കാണും. പക്ഷെ അവിടെ 1 Peter 5:6 പറഞ്ഞ പോലെ, ഹംബിൾ യുവർ സെൽഫ് ദെർഫോർ അണ്ടർ ഹിസ് മൈറ്റി ഹാൻഡ് സോ ദാറ്റ് ഹി മേ ലിഫ്റ്റ് യു അപ്പ് ഇൻ ഡ്യൂ ടൈം. തക്ക സമയത്ത് വരുമ്പോൾ അവൻ നിന്നെ ഉയർത്തും. അതുകൊണ്ട് ഇപ്പം നമ്മൾ താഴ്ന്നിരിക്കണം. നമ്മുടെ അഹങ്കാരമൊക്കെ കൂടുമ്പോൾ ദൈവം ചിലപ്പോൾ നമ്മളെ താഴ്വരയിൽ കൂടെ, ആ ഒരു അവസ്ഥയിൽ കൂടെ ദൈവം നമ്മളെ നടത്തും. അന്നേരം നമ്മൾ ഓർക്കേണ്ട ഫിലിപ്പിയൻസ് 2 പറയുന്ന 2:8 പറയുന്ന പോലെ, യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എത്രത്തോളം താഴ്ന്നു, ആ പിതാവിന് വേണ്ടി എത്ര ഒബീഡിയൻ്റായി ഒരു സെർവൻറ്റ്ഹുഡ് എടുത്തു, അത്രയും ഹ്യൂമിലിറ്റി കാണിച്ചു. അന്നേരം നമ്മളും ഇതേ സ്വഭാവം, യേശുക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം നമുക്കും വരണ്ട. നമ്മളും അത്രയും താഴ്മയോട് ഇരിക്കണം.